കുറച്ച് പേരുടെയെങ്കിലും ഒരു വിചാരമുണ്ട്, അതായത് ആന വീഡിയോസ് ചെയ്യാന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു ആനയുടെ പിന്നാലെ മൊബൈലോ അല്ലെങ്കിൽ ഒരു ക്യാമറയോ പിടിച്ച് വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവമായി എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, അത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ട്രാവൽ വീഡിയോസ് ചെയ്യുന്നവർ പറയും ട്രാവൽ വീഡിയോസ് ചെയ്യുന്നതാണ് ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ആന വീഡിയോസ് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ, ഏതെങ്കിലും ഒരു ആനയുടെ പിന്നാലെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ആയില്ലേ. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കാറുണ്ട്, ട്രാവൽ വീഡിയോസ് ചെയ്യാൻ ഇപ്പോൾ എന്താ ബുദ്ധിമുട്ട്? ട്രാവൽ ചെയ്യണം, നിങ്ങൾ കാണുന്ന കാഴ്ചകൾ നേരിട്ട് വിളിച്ച് പറയണം, സംഭവം സിമ്പിളല്ലേ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം രണ്ടിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇപ്പോൾ ഒരാളുടെ കാഴ്ചപ്പാടിൽ കാണുന്നതല്ലോ മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ കാണുന്നത്. ഇപ്പോൾ ഇതൊക്കെ പറയാൻ ഇവിടെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. ട്രാവൽ വീഡിയോ ചെയ്യാനതാണ് ബുദ്ധിമുട്ടെന്നാണല്ലോ ട്രാവൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഏതായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം, അനുഭവിച്ചറിയാം എന്തോരം ബുദ്ധിമുട്ടുണ്ട്, എന്തോരം എളുപ്പമാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരെയും കുറച്ച് തമിഴ്നാടിൻ്റെ കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ വഴി പരിചയപ്പെടുത്താം. അപ്പോൾ ഞാനൊരു സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ സുഹൃത്ത് നമ്മുടെ ഒപ്പം ഉണ്ട് കേട്ടോ. മണിയണ്ണൻ എന്നാണ് പേര്. അല്ല, മണിയണ്ണൻ എന്നല്ല, മണി എന്നാണ് പേര്. ഞാൻ അണ്ണൻ കൂടി ചേർത്ത് മണിയണ്ണൻ വിളിക്കും. അപ്പോൾ മണിയണ്ണ നമസ്കാരം. നമസ്കാരം, വണക്കം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എങ്ങടാ ശരിക്കും പോണത്? സ്ഥലം എനിക്ക് കറക്റ്റ് അറിയില്ല. മണിയണ്ണനുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടേക്കുന്നത്. സ്ഥലത്തിന്റെ പേര് ഇന്ന് നമ്മ മധുரை തൊട്ടടുത്തുള്ള തിരുച്ചിറാപ്പള്ളി മാവട്ടം. ഓക്കെ, തിരുച്ചിറാപ്പള്ളി മാവട്ടത്തിലെ മറുങ്കാപുരി. മറുങ്കാപുരി ഇത് ഒരു ജമീനാണ്, പണ്ടത്തെ ജമീനാണ്. തൊട്ടടുത്തുള്ള പില്ലുപട്ടി. അല്ല, എന്തോ ഒരു പട്ടിയുടെ പേര് പറഞ്ഞ പോലെ തോന്നി. അത് പട്ടിന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ഒരുപാട് പട്ടികളാണ് ഉണ്ട്. പട്ടികൾ പറഞ്ഞാ ഇവിടെ நிறைய நாற்காலிகள் പറഞ്ഞാ ஆடு மாடுகள் நாற்காலிகளை வந்து நம்ம தேட்டைக்கு கொண்டு போயிட்டு ஒரு இடத்துல அடைக்கும். അതിന്റെ പേരാണ് പട്ടി. അത് ശരി. അതായത് കന്നുകാലികളെ കൂട്ടായിട്ട് കെട്ടി നിർത്തേണ്ട സ്ഥലത്തിനെ പറയുന്നതാണ്. അപ്പൊ അന്ന് ആൾക്കാര് അന്ന് നാൽക്കാലികൾ വളർക്കുന്നത് അവരുടെ തൊഴിൽ. അപ്പൊ മലൈ സാർന്ന ഇടങ്ങളിലെ വളർത്ത് അടയ്ക്കും. അത് പട്ടിന്ന് പറഞ്ഞപ്പോ ആ ഊറും ചേർത്ത് പട്ടിയാകും. അപ്പൊ ആ പേരിന്റെ കൂടെ ഒരു പട്ടി വരുന്നതാണ് കാര്യം. പുല്ലിപ്പട്ടി, ഇസ്ലാംപട്ടി, കുറെ പട്ടികളുണ്ട്. ചെല്ലംപട്ടി, ആണ്ടിപ്പട്ടി, കാണുന്ന സമയത്ത് മൊത്തം കുറെ പട്ടികൾ കാണാൻ പറ്റും. അങ്ങനെ ഇവിടെ ഈ പില്ലുപട്ടി തൂറംകുറിച്ചി, ഇത് വെളിക്ക് പോണ തൂറംകുറിച്ചി പോകാം. പിന്നെ തുടങ്ങണ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് മധുരയാണ്. വേറെ ഡിസ്ട്രിക്ട് അല്ല. മധുரை സിവഗംഗை ഡിസ്ട്രിക്ട് തുണഞ്ചി ഇങ്ങോട്ട് വന്നാச்சு. മധുரை തൊട്ടടുത്ത ഊറാണ് ഈ ഊർ. ഇവിടെ കാണാൻ പോണത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വല്ലതും ഉണ്ടോ? അതെ, ഇവിടെ ഞാൻ വിളിച്ചു വരുത്തിയത് എന്താ, ഇവിടെ ഒരു അയ്യനാർ കോവിലിന് 10 കൊല്ലം കളിഞ്ച് നടക്കുന്ന ഒരു ഉത്സവമാണ്. ഒരു 10 കൊല്ലத்துக்கு അപ്പുറമേ നടത്താറുള്ളൂ. അപ്പൊ ഈ കൊല്ലം നടത്തി കളിഞ്ഞാൽ ഉത്സവം നടത്തി പിന്നെ 10 കൊല്ലം ആകും ആ ഉത്സവം കാണാൻ. അത്ര ഒരു വലിയ ഉത്സവമാണ്. അതായത് 10 കൊല്ലം കഴിഞ്ഞ പിന്നെ അടുത്ത 10 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നടത്തുള്ളൂ. അതെ, ആണുള്ള ഉത്സവമാണ്. ആ ഉത്സവത്തില് മൺ കൊണ്ടുണ്ടാക്കിയ മറ്റേ കാളയിന്റെ ശില്പം, കുതിരയുടെ ശില്പം, കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് ചൂളയിലിട്ട് ചുടും. അതുപോലെ ഉണ്ടാക്കി ചുടും. അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അതാണ് അവർ അയ്യനാർക്ക് കൊണ്ടുപോയി വെക്കും. അയ്യനാറിന് പറഞ്ഞിട്ടാൽ അയ്യനാറ് മറ്റേ എന്താ പറയണ അയ്യപ്പൻ കോയിൽ ഉണ്ടല്ലേ, അയ്യപ്പന്റെ രൂപമാണ് അയ്യനാർ. ഇവിടെ അയ്യനാർ എന്ന് പറയുന്നത്. അതെ, അയ്യനാർ കോവിലേക്ക് അപ്പൊ ഈ രൂപങ്ങൾ അവിടെ കൊണ്ടുപോയി വെക്കും. ഇവിടെ ഒരുപാട് ഞങ്ങൾ സിലയും சொல்லும் ശില്പം சொல்லும், നിങ്ങൾ പ്രതിമാന്ന് சொல்லுவோம். ഞങ്ങൾ പ്രതിമാന്ന് കൂടുതൽ പറയാറുണ്ട്. ശില്പം അങ്ങനെ ഒരുപാട് ശില്പങ്ങളുണ്ട്. നേർച്ചയിനെ ചെയ്യുന്ന ശില്പമുണ്ട്, പിന്നെ ഊറിന്റെ ശില്പമുണ്ട്. ഊർക്കാർക്ക് പൊതുവായിട്ട് ചെയ്യുന്ന ശില്പമുണ്ട്. നേർച്ചയ്ക്ക് നിറയെ ഉണ്ടാകും. മാടുകൾക്ക് എന്ത് രോഗം പറ്റിനാളോ ഇല്ല മനുഷ്യർക്ക് എന്ത് രോഗം പറ്റിനാളോ നമ്മൾക്ക് കൊച്ചുകൾ ഉണ്ടായില്ല അത്രയ്ക്ക് ശില്പം ചെയ്ത് അവിടെ കൊണ്ടുപോയി വയ്ക്കും. അതിന്റെ ഉത്സവമാണ് തുടങ്ങിയിട്ടുണ്ട്. ആ ശില്പത്തിനെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വിളിച്ചു കൊണ്ടുപോകുന്നത്. അവിടെ ഉണ്ടാക്കിയ ചക്കനുണ്ട്, അവരുടെ അച്ഛനുണ്ട്, അവരെയും കണ്ട് സംസാരിച്ചു. അതായത് നമ്മളിപ്പോ കാണാൻ പോണത് എന്ന് പറയുന്നത് ഉത്സവം നടക്കുന്ന സ്ഥലമാണ്. ആ ഉത്സവത്തിന് വേണ്ടിയിട്ട് ശില്പം ഉണ്ടാക്കിയിട്ടുള്ള ശില്പിനെയും കൂടിയാണ് നമ്മൾ കാണാറുണ്ട്. അവർക്ക് ആ രീതി കണ്ടിട്ട് ആ അമ്പലത്തെയും കണ്ടിട്ട് വരാം. ഓക്കെ, ഏன்னா ഈ കാഴ്ച കാണുമെങ്കിൽ ഇന്നും 10 കൊല്ലം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഉത്സവം ഇപ്പൊ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒരു 10 കൊല്ലം കാത്തിരിക്കണം ഇങ്ങനെയുള്ള ശില്പങ്ങൾ കാണാൻ വേണ്ടി. കാഴ്ചകൾ കാണാൻ പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ നമ്മൾ പില്ലുപ്പട്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തിലെത്തി.
ഈ കാണുന്ന ഷെഡും അതിനോടനുബന്ധിച്ച പ്രദേശങ്ങളിലായിട്ടാണ് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. കോവിലിൻ്റെ ചുറ്റും ചെറിയ ചെറിയ വീടുകൾ കാണാം. അത് ഒറ്റമുറി വീടുകളും ഉണ്ട്. പിന്നെ വലിയ വേപ്പ് മരങ്ങൾ, വേപ്പ് മരത്തിൻ്റെ ചോട്ടിലായിട്ട് ട്രാക്ടർ, പിന്നെ TVSൻ്റെ വണ്ടി. അതൊരു ഇതെല്ലാ വീട്ടിലും സർവ്വസാധാരണമാണ് കേട്ടോ. അവിടെ എല്ലാ സ്ഥലത്തും കാണാൻ പറ്റുന്നതാണ്. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ചേട്ടൻ മുല്ലപ്പൂവ് എന്ന് പറഞ്ഞിട്ട് വിൽക്കാൻ നടക്കുന്നത്. ഒരു പക്ഷേ ഉത്സവ സീസൺ ആയതിനാലായിരിക്കണം മുല്ലപ്പൂ വിൽക്കുന്നത്. പിന്നെ എല്ലാ ഗ്രാമങ്ങളിലും കാണുന്ന പോലെ തന്നെ വലിയ വാട്ടർ ടാങ്ക്, വെള്ളത്തിനൊക്കെ ക്ഷാമമുള്ള ഏരിയയാണ്. ആ ടാങ്കിൻ്റെ മുകളിൽ സ്പീക്കർ വെച്ചേക്കുന്നത് കാണാം. കാരണം ഉത്സവമാണല്ലോ, അതിനോടനുബന്ധിച്ചാണ് വലിയ ഉച്ചത്തിലാണ് അവിടെ പാട്ടുകൾ വെക്കുന്നത്. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഗ്രാമം. പിന്നെ അതിൻ്റെ അവിടെ ഒരു വലിയൊരു വേപ്പ് മരം ഉണ്ട്. ഏകദേശം സെൻറ്ററിലായിട്ടാണ് ഒരു വലിയൊരു വേപ്പ് മരം. അതിനെ സംരക്ഷിച്ച് പറഞ്ഞൊരു തിണ്ണ കിട്ടിയിട്ടുണ്ട്. ആ തിണ്ണയുടെ മുകളിൽ ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ഒറ്റമുറി വീടുകളാണ് ചുറ്റും. ചെറിയ വീടുകളും ഉണ്ട്, എന്നാൽ ടെറസ് വീടുകളും കാണാൻ പറ്റും. അങ്ങനെ സുന്ദരമായൊരു കവല. ഇനി നമ്മളോട് ശില്പങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്ന വ്യക്തിയെയാണ് നമ്മൾ കാണാനായി വന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ജഗന്നാഥൻ എന്നാണ്. അദ്ദേഹം ശില്പങ്ങളെക്കുറിച്ചും അതിനോടനുബന്ധിച്ച വിശ്വാസങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. இப்போ வந்து பாத்தீங்கன்னா இந்த சிலையில வந்து ஃபர்ஸ்ட் ஸ்டார்டிங்ல களிமண்ணால உருவாக்கப்படும். பின்னாடி பாத்தீங்கன்னா இது வந்து நெருப்புல வந்து சுடப்படும். நெருப்புல சுட்டதுக்கு அப்புறம் இது வந்து பாத்தீங்கன்னா இந்த மாதிரி சுடுகளிமண் சிற்பம், அதாவது களிமண்ணால செஞ்ச வரைக்கும் அது களிமண் சிற்பம். நெருப்புல அதை வந்து வேக வச்ச பின்னாடி பாத்தீங்கன்னா இந்த மாதிரி சுடுகளிமண் சிற்பமா உருப்பெறும். அதற்கு பின்னாடி பாத்தீங்கன்னா இந்த மாதிரி சிலைகள்ல வர்ணம் இந்த மாதிரி தீட்டிக்கிட்டு அதுக்கப்புறம் அதுக்கு மேல கலரிங் பண்ணிக்கிறது. ஸோ இதுக்கப்புறம் இது திருவிழா காலங்கள்ல மக்களால கோயில்களுக்கு எடுத்து செல்லப்படும். இது வந்து மதலை அப்படின்னு சொல்லுவாங்க. அதாவது தமிழ்ல மழலை அப்படின்னா குழந்தைன்னு ஒரு அர்த்தம் இருக்கும். ஸோ அந்த குழந்தை வர வேண்டிதான் இங்க இருக்க கிராம மக்கள் வந்து பாத்தீங்கன்னா தனக்கு குழந்தை வேணும், இல்ல அப்படி குழந்தைகள் வந்து நலமுடன் இருக்கணும் அப்படிங்கிற காரணத்துக்காக அது போன்ற இந்த சிலைகளை செஞ்சு கோவில்ல நேர்த்திக்கடனா செலுத்துவாங்க. அதாவது அவங்க வச்ச நேர்த்திக்கடன் நிறைவேறினதும் அதற்கு கடனா இருந்த இந்த ஒரு விஷயத்த செய்வாங்க. இந்த சிலை பாத்தீங்கன்னா அதாவது நாய் சிலைகள். அதாவது கிராமப்புறங்கள் வந்து இந்த நாய்கள் வந்துட்டு பாத்தீங்கன்னா அது ஒரு வளர்ப்பு பிராணி அல்ல, அது வந்து குடும்பத்துல ஒரு உறுப்பினராக தான் பாவிப்பாங்க. ஸோ அது வந்து நலமுடன் இருக்கணும் அப்படிங்கிறதுக்காகவும், அதை தாண்டி வந்துட்டு இந்த மாதிரி நாய்கள் பெரும்பாலும் வளர்க்கறதுக்கான ஒரு மிகப்பெரிய காரணம் அங்க இருக்கக்கூடிய அந்த காடு வயல்களை பேணி பாதுகாக்கும் அப்படிங்கிற காரணத்துக்காக இந்த மாதிரி நாய்கள் வளர்ப்பாங்க. ஸோ இங்க இருக்கிறதும் அதே போல ஒரு காரணம் தான். ஒவ்வொரு சிலைகளும் ஒவ்வொரு ஆதாரம், ஏன்னா அவங்க வைத்த நேர்த்திகளை நிறைவேறினதுக்கான ஒவ்வொரு ആധാരമാ തികഴുന്നത്. ഉത്സവത്തിന്റെ തലേദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ഭംഗിയായി എല്ലാ പ്രതിമകളും ഇങ്ങനെ ഭംഗിയായി പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ എന്താ ഭംഗിയെന്ന് പറയും. പിന്നെ ഈ പ്രതിമകളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. അവയുടെ എല്ലാ കാലുകളിലും ദ്വാരങ്ങൾ കാണാം. കാലുകളിൽ മാത്രമല്ല, പിൻഭാഗത്തും അതുപോലെ വയറിന്റെ ഭാഗത്തൊക്കെ ആയിട്ടും കുറെ ദ്വാരങ്ങൾ കാണാം. ഇവ എന്തിനാണെന്ന് വെച്ചാൽ നാളെ ഉത്സവത്തിന് അയ്യനാർ കോവിലിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ഇട്ട് വെച്ചിരിക്കുന്ന ദ്വാരത്തിന്റെ ഉള്ളിലൂടെയാണ് അരക്കഷ്ണങ്ങൾ അതുപോലെ മുളങ്കമ്പൊക്കെ കയറ്റി ഈ പ്രതിമകൾ എടുത്തുയർത്തുന്നത്. ഈ പ്രതിമകളെല്ലാം തന്നെ ചുമലിലേറ്റിയും പൊന്തിച്ചും കൊണ്ടുമാണ് ഘോഷയാത്രയായി ഇവിടെ നിന്ന് അയ്യനാർ കോവിലിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന എല്ലാ പ്രതിമകളുടെയും മുഖം മറച്ചു വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇതൊരു മിഴി തുറക്കൽ ചടങ്ങ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് തന്നെ ഉത്സവത്തിന്റെ അന്നുണ്ടായിരിക്കും. അന്ന് മാത്രമാണ് ഈ പ്രതിമകളുടെ മുഖം തുറക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ ആ മുഖം ഇങ്ങനെ മറച്ചിരിക്കുന്നത്. ഈ മുഖം മറച്ചു വെച്ചിരിക്കുന്ന പ്രതിമകളെല്ലാം തന്നെ ഗ്രാമവാസികൾ എല്ലാവരും ചേർന്നുകൊണ്ട് സമർപ്പിക്കുന്നവയാണ്. എന്നാൽ അതിന് പിന്നിലായി കാണുന്ന ചെറിയ പ്രതിമകളും അതുപോലെ നമ്മൾ ഷെഡിൽ കണ്ട പ്രതിമകളും ഓരോ വീട്ടുകാരോ അല്ലെങ്കിൽ ഓരോരുത്തരോ ആയി വ്യത്യസ്ത വഴിപാടുകളുടെ ഭാഗമായോ അല്ലെങ്കിൽ നേർച്ചയുടെ ഭാഗമായോ സമർപ്പിക്കുന്നവയാണ്. അങ്ങനെ ഈ കോവിലിനടുത്തുള്ള കാഴ്ചകളും ശില്പങ്ങളും ഒക്കെ കണ്ട് നമ്മൾ അയ്യനാർ കോവിലിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ചുറ്റുവട്ടത്തൊക്കെ വലിയ വലിയ സ്പീക്കറിൽ വളരെ ഉച്ചത്തിലാണ്
പാട്ട് വെച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഒന്നും തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ നിന്ന്. എന്തായാലും അയ്യനാർ കോവിലിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരു അയ്യ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇവിടുത്തെ സ്ഥലവും മറ്റ് ഡീറ്റെയിൽസും പറയാമെന്ന്. അങ്ങനെ ഞങ്ങൾ അതും ഷൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. மருங்காவரி தாலுகா நல்லூர் கிராமம் புல்லுப்பட்டியை சேர்ந்த இந்த குருதையெடுப்பு விழா 12 வருஷத்துக்கு ஒரு முறைகள் இதுவரையிலும் எனக்கு தெரிய 4 முறைகள் நடந்து கொண்டு இருக்கிறது. ரொம்ப தெளிவாக நல்லதே நடத்தி கொண்டு வராங்க. അങ്ങനെ ശില്പം ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ജഗന്നാഥ് നമ്മളെ ഉത്സവം നടക്കാൻ പോകുന്ന കോവിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തെ പിന്തുടർന്നുകൊണ്ട് നമ്മളും ആ വഴിയിലൂടെ സഞ്ചരിച്ചു. ഏകദേശം 1 കിലോമീറ്ററിന് മുകളിലുണ്ട് ശില്പം നിർമ്മിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ഉത്സവം നടക്കുന്ന കോവിലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ വീതിയിലൂടെ തന്നെയായിരിക്കും ഘോഷയാത്ര നടക്കുന്നത്. അതായത് ശില്പങ്ങളൊക്കെ ഏന്തിക്കൊണ്ട് ഈ കോവിലിലേക്ക് പോകുന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ ആ കോവിലിലേക്ക് എത്തിയിരിക്കുകയാണ്. കോവിലിൻ്റെ പരിസരത്ത് ധാരാളം ശില്പങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. അയ്യനാർ കോവിലാണ്. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പരിസര പ്രദേശങ്ങളൊക്കെ തന്നെ വൃത്തിയാക്കുന്ന തിരക്കിലാണ് ഗ്രാമവാസികൾ. നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായി വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് സ്ഥലം മുഴുവൻ. കോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ആരും തന്നെ ചെരുപ്പുകൾ ഉപയോഗിക്കാറില്ല. അതിനാൽ നമ്മളും ചെരുപ്പ് പുറത്തൂരി വെച്ചാണ് കോവിലിൻ്റെ പരിസര പ്രദേശത്തേക്ക് കടന്നത്. ഈ കാണുന്നതാണ് അയ്യനാർ ക്ഷേത്രം. ഉത്സവത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ്. പെയിൻ്റ് അടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോവിലിൻ്റെ ചുറ്റും നമുക്ക് ശില്പങ്ങളും കാണാൻ സാധിക്കും. ഓരോ 10 വർഷം കൂടുമ്പോഴാണല്ലോ ഈ ഉത്സവം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഓരോ 10 വർഷത്തിലും എത്തുന്ന ശില്പങ്ങൾ ഓരോ പ്രദേശങ്ങളിലായി സംരക്ഷിച്ചു പോരുന്നതാണ്. കുറേ കാലം കഴിയുമ്പോൾ കുറേ നശിച്ചു പോകും. അപ്പോൾ അത് ഇങ്ങനെ മാറ്റിവെക്കും. പുതിയവ ഫ്രണ്ടിലേക്ക് വയ്ക്കും. പഴയവ ബാക്കിലേക്ക് മാറ്റി വയ്ക്കുകയാണ് പതിവ്. ഇപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശില്പങ്ങൾ വരെ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓരോ കാലഘട്ടത്തിനെ അനുസ്മരിപ്പിക്കുന്ന വിധം അതിൻ്റെ ചായങ്ങളിൽ മാറ്റങ്ങളുണ്ട്. അതിൻ്റെ വർണ്ണങ്ങൾ മങ്ങിയവ കാണാൻ സാധിക്കും. അങ്ങനെ പഴയ കാലങ്ങളിൽ പ്രകൃതിദത്തമായ ചായങ്ങളാണ് ഉപയോഗിച്ചു പോരുന്നതെങ്കിൽ ഇപ്പോൾ പുതിയ തരത്തിലുള്ള വർണ്ണങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അത് ഓരോ ശില്പം കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും പണ്ടത്തെ ശില്പത്തിൻ്റെ വർണ്ണങ്ങളുടെ വ്യത്യാസവും ഇപ്പോഴത്തെ ശില്പങ്ങളുടെ വർണ്ണങ്ങളുടെ വ്യത്യാസമൊക്കെ നേരിൽ കാണാൻ നമുക്ക് സാധിക്കും. നാട്ടില് ഇതുപോലത്തെ കോവിലില്ല. ഇല്ല, കോവിലിருக்கு, ഇതുപോലത്തെ കോവിലില്ല. അടിപൊളി. ഇങ്ങനെ ശില്പങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം കൂടുമ്പോൾ ഉള്ള ഒരു കൂട്ടം ശില്പം കാണാം. അത് കഴിഞ്ഞ് അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഉള്ള ശില്പങ്ങൾ കാണാം. അങ്ങനെ പിന്നെ ഈ ശില്പങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ, പണ്ടുള്ള ശില്പങ്ങൾ കളർ ചെയ്തേക്കുന്നത് കാവി, പിന്നെ മഞ്ഞ കളറിന് വേണ്ടിയിട്ട്, പിന്നെ നീല കളറിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇപ്പം പിന്നെ പെയിൻ്റൊക്കെ ആയി തുടങ്ങി. പക്ഷെ പണ്ടത്തെ ശില്പങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൊണ്ടുണ്ട്. ഫുൾ ഹാൻഡ് മെയ്ഡാണ്, കൈകൊണ്ട് മാത്രമാണ് നിർമ്മാണം. എന്താ രസമല്ലേ. ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ വീണ്ടും കാണാം, അതും അതിനും പഴക്കമുള്ളതായിരിക്കും. ഓരോ വർഷം പഴകും തോറും ബാക്കിലേക്ക് എടുത്ത് വയ്ക്കും. പുതിയത് വരേണ്ടത് ഫ്രണ്ടിൽ വയ്ക്കും. அதே போல் இது ஒரு மதலி சிலை தான். பட் இது வந்து உட்கார்ந்துருக்க மேனிக்கு, அதாவது அமர்ந்திருக்க மேனிக்கு பண்ணியிருக்காங்க இதை அந்த ஃபார்மெட்டில். ഇത് അയ്യനാരുടെ വാഹനട്ടാ, കുതിര. അതെ. പിന്നെ അതിൻ്റെ ചോട ഒരു താങ്ങി പിടിച്ചേക്കുന്നത് ഭൂതഗണത്തിലുള്ള ഒരു ഭൂതമാണ് കേട്ടോ താങ്ങി പിടിച്ചേക്കുന്നത്. അങ്ങനെ ഒരു ശില്പം അവിടെ കാണാൻ പറ്റും. ഓരോ ആവശ്യ സാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന രൂപങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ശില്പങ്ങളുണ്ടാവുമല്ലോ, അത് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് സമർപ്പിക്കുന്നതായിരിക്കും. ആ ശില്പങ്ങളെക്കാളും വലിയ ശില്പങ്ങൾ വീട്ടുകാർക്ക് സമർപ്പിക്കാനുള്ള അവകാശമില്ല. അതിനും ഉയരം കുറഞ്ഞിട്ടുള്ള ശില്പങ്ങളാണ് വീട്ടുകാർ സമർപ്പിക്കുക കേട്ടോ.
ഈ പ്രദേശം മുഴുവൻ അങ്ങനത്തെ ശില്പങ്ങളാണ്. അതിൽ പൊട്ടിയതുണ്ട്, നല്ലതുണ്ട്, അങ്ങനെ ഒരുപാട് ശില്പങ്ങൾ. കാളയുടെയും മറ്റും ശില്പങ്ങളുടെ കൂടെ തന്നെ ആനകളുടെയും ശില്പങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. അതിലൊരു പ്രതിഷ്ഠയാണ് കറുപ്പസ്വാമി എന്ന് പറയുന്നത്. ഇവിടെ നിൽക്കുന്ന ഒരു പുളിമരം കണ്ട, അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ സൈസാണ് കേട്ടോ. ഒരു 10 ആൾ പിടിച്ചു കഴിഞ്ഞാൽ എത്തില്ല, അത്രയും പോന്ന വലിയൊരു പുളിമരം. இது வந்து பார்த்தீங்கன்னா காளை சிலைகள். அதாவது பார்த்தீங்கன்னா இந்த மக்கள் வந்து பார்த்தீங்கன்னா இந்த விவசாயத்துக்கோ மற்றபடி தங்களோட அந்த வளர்ப்பு பிராணியாக யூஸ் பண்ணக்கூடிய இந்த காளை மாடுகள் பார்த்தீங்கன்னா தன்னோட வளர்க்கக்கூடிய மாடுகளுக்கு வந்து எந்த ஒரு தீங்கும் வந்துடக்கூடாது அப்படிங்கிற நோக்கத்துக்காக இந்த மாதிரி காளை சிலைகள் பண்ணி வைப்பாங்க. அது போக இந்த மாடுகள் வந்து கன்று போடுற அந்த ஒரு நேரம், அதை தவிர்த்து பல நேரங்களில் தன்னோட காளைகள் வந்து வீடுகளில் நிலைத்திருக்கணும் அப்படிங்கிற காரணத்துக்காக இந்த மாதிரி காளை சிலைகள் நீந்து வைப்பாங்க. அதுபோக மற்றபடியான நேர்த்திக்கடன்கள், அதாவது தன் குடும்பமோ மற்றபடியான நேர்த்திக்கடன்கள் நிறைவேறணும் அப்படிங்கிறதுக்காக இது போல் குதிரை சிலைகளை வந்து நேர்த்திக்கடனாக செஞ்சு வைப்பாங்க. இது வந்து இந்த பாம்பு சிலை, அதாவது நாகத்தோட சிலை. இது வந்து பார்த்திங்கன்னா எதுக்காக இங்கே நேர்த்திக்கடனாக வைக்கிறாங்க அப்படின்னா, வீடுகளில் வந்துட்டு இந்த விஷப்பூச்சிகளோட தொந்தரவு இருக்கக்கூடாது, விஷப்பூச்சிகள்னால நமக்கு எந்த ஒரு தீங்கும் நடந்துடக்கூடாது, நம்ம குடும்பத்தார்களுக்கு நடந்துடக்கூடாது அப்படிங்கிற ஒரு காரணத்திற்காக இந்த மாதிரி பாம்பு சிலைகள் வைப்பாங்க. எல்லாருக்கும் வணக்கம். நாங்கள் திருச்சி மாவட்டம் மருங்காவரி வட்டம் நல்லூர் கிராமத்தில் பில்லுப்பட்டிங்கிற ஐயனார் கோயில் பூசாரியாக இருக்கிறோம். இது ஒரு 10 வருஷத்துக்கு ஒரு தரம் குருதி எடுப்பு நிகழ்ச்சி நடைபெறும். வருஷம் இருக்கிறதுலே சிறப்பான நிகழ்ச்சி திருவிழாவை இதை தான் கொண்டாடி இருக்கிறோம். இதை நீங்கள் பார்த்துருப்பீங்க சிலையெல்லாம். எனக்கு தெரிய 93 கும்பிட்ருக்காங்க, 99, 2016, இப்போ 26 கும்பிட்றோம். இருக்கிற வருஷத்தோடு இப்போ நல்லா சிறப்பாக கும்பிட்டுருக்கோம். இது முன்னொரு காலத்தில் ஒரு 1000 வருஷத்துக்கு முன்னாடி உள்ள இந்த கோயில். இந்த கோயில் இப்போ புதுசு இப்போ 2015 நாங்கள் புதுசாக நாங்கள் இப்போ எடுத்து கட்டியிருக்கோம். அதுலேருந்து நல்லா இந்த கிராமத்து கோயிலுங்கிறதுனால 3 கிராமத்துக்கு இது சொந்தமான கோயில். இது எல்லோரும் வழிபட்டு எல்லாருக்கும் குழந்தை வரம் எல்லா வரமும் கேட்டாலும் எது கேட்டாலும் கொடுக்குற மாதிரி இந்த சாமி வழங்கியிருக்கு. அதனால் இதை எல்லா பேரும் கும்பிட்றோம். நல்லபடியாக இந்த குருதெழுப்பு நிகழ்ச்சிக்கு எல்லோரும் வருகை தந்து நல்லபடியாக சிறப்பித்து தருமாறு கேட்டுக்கொள்கிறோம். நம் தமிழர்களால் மறக்கப்பட்டு அழிக்கப்பட்ட என் தாய் கலைக்கும் என் தமிழின சொந்தங்களுக்கும் வணக்கம். இப்போ இங்கே இருக்கக்கூடிய சிலைகள் பார்த்தீங்கன்னா தெரியும். இது வந்து பார்த்திங்கன்னா சுடுகளிமண் சிற்பம் அப்படிங்கிற மாதிரி சொல்லுவாங்க. இது ஏன் அப்படின்னு கேட்டிங்கன்னா, இந்த சிலைகள் வந்து பார்த்திங்கன்னா களிமண்ணால் செய்யப்பட்டு பின்னாடி இது சுடுகளிமண் சிற்பங்களாக உருப்பெறும். அதாவது தீயில சுடப்பட்டதுக்கப்புறம் பார்த்திங்கன்னா இது சுடுகளிமண் சிற்பங்களாக உருப்பெறும். இது பார்த்திங்கன்னா கிராமப்புறங்களில், அதாவது தமிழகத்தில் கிராமப்புறங்களில் மட்டுமே இந்த போல் புறவி எடுப்பு திருவிழாக்கள் நடைபெறும். இதை நம்ம தமிழ்நாட்டில் தாண்டிட்டீங்க அப்படின்னா பெரும்பாலும் இதை பார்க்க முடியாது. தமிழ்நாட்டில் மட்டும்தான் இது போல் சிற்பங்கள் இருக்கும். இது பார்த்திங்கன்னா இதோட வரலாறு அப்படிங்கிறதுலாம் தாண்டி இதோட சிம்பிளாக சொல்லக்கூடிய ஒரு விஷயம் என்ன அப்படின்னு பார்த்தீங்கன்னா, தமிழர்கள் வந்து தன்னோட இயற்கையும் முன்னோர்களையும் வழிபட்டாங்க. அதோட ஒரு பகுதியாக இது வரைக்கும் அந்த தமிழ் பாரம்பரியமாக அவங்க செஞ்சுக்கிட்டு இருந்த அந்த மண்ணால் செய்யப்படக்கூடிய சிற்பங்களை இது போல் செஞ்சு அங்கே இருக்கக்கூடிய கோயில்களில், அதாவது பெரும்பாலும் ஐயனார் கோவில்களில் இந்த சிலைகளை எடுத்து வச்சு பண்ணிக்கிட்டு இருக்காங்க. அதாவது நேர்த்திக்கடன் செலுத்திக்கிட்டு இருக்காங்க. இப்போ தான் பார்த்திங்கன்னா இந்த கல் சிற்பம், உலோக சிற்பம், அதை தாண்டி நிறைய சிற்பங்கள்லாம் இப்போ வந்துக்கிட்டு இருக்கு. ஆனால் பண்டைய காலங்களில் மிக தொன்மையான ஒரு காலகட்டத்துக்கு போனோம் அப்படின்னா அங்கே இருக்கக்கூடிய சிலைகள் அனைத்துமே சுடுகளிமண் சிற்பங்களாக மட்டும்தான் இருக்கும். ஸோ இப்போ காலப்போக்கில் அது நிறைய
மறைஞ்சிருச்சு. ஸோ ஆனால் பழைய இப்போ இருக்க கிராமப்புறங்களில் பெரும்பாலும் நீங்கள் போய் பார்த்தீங்க அப்படின்னா அது ஃபுல்லாமே சுடுகளிமண் சிற்பங்களாக மட்டும்தான் இருக்கும். ஸோ அதில் ஒரு பகுதி தான் இந்த பில்லுப்பட்டி அப்படிங்கிற ஒரு கிராமம். இங்கே அதே போல் தான் இன்னும் இந்த தொன்மையை மாறாமல் பாரம்பரியமாக இது போல் சுடுகளிமண் சிற்பங்களை செஞ்சு தன்னோட வழிபாடு பயன்படுத்தி பின்னாடி பார்த்தீங்கன்னா നേർച്ചക്കടനാ அந்த കോയിലെ வந்து செலுத்திக்கிட்டு இருக்காங்க. നാളത്തെ ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് കേട്ടോ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ചെറുതായിട്ട് മഴ തോളുണ്ട്. നാളെ ഇവിടെ വരാൻ പോണത് ഒരു 7,000-8,000 ആൾക്കാരാണ്. ഈ ഗ്രാമം മൊത്തം ഇവിടേക്ക് വരും നാളെ. അങ്ങനെ അവിടുത്തെ കോവിലിനെ കുറിച്ചും അവിടുത്തെ പ്രതിഷ്ഠകളെ കുറിച്ചും പിന്നെ അവിടെ കണ്ട ശില്പങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്താണ് മഴ തൂളി തുടങ്ങിയത്. മഴ തൂളി തുടങ്ങിയപ്പോൾ മെല്ലനെ അവിടുന്ന് പോകാമെന്ന് തീരുമാനിച്ചു. നാളെയാണ് അപ്പൊ അവരുടെ ഉത്സവം. അതെ അതെ, നാളെ സദ്യ ഉണ്ട് അവിടെ. കിട്ടത്തട്ട 7,000 പേർക്ക് സദ്യ. അതായത് നമ്മളവിടെ കണ്ടു കുറെ സംഭവങ്ങളായിട്ട് ഇവിടെ ഇരിക്കണ കണ്ടു. 7,000 പേർക്ക് സദ്യ. 7,000 പേരുടെ സദ്യ എന്ന് പറഞ്ഞിട്ട് ഉള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറെ വിറക് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അവിടുത്തെ ആ പാടം മുഴുവൻ നാളെ ആൾക്കാരായിരിക്കും. അത് അണ്ണൻ പറയും ചെയ്തു കേട്ടോ. നാളെ അവിടെ ഫുള്ള് വണ്ടികളുടെ തിരക്കും ആൾക്കാരുണ്ടായിരിക്കും. അതായത് ആ ഗ്രാമം മൊത്തമാണല്ലോ വരുന്നത്. ഗ്രാമം മൊത്തമല്ല, അവിടെ പിന്നെ ഗ്രാമത്തിലത്തെ ആൾക്കാരുടെ റിലേറ്റീവ്സും വരും. 18 പെട്ടി ജനങ്ങൾ. അതെ അതെ അതെ. അപ്പൊ അവിടെ ഫുള്ള് ആൾക്കാരുകൊണ്ട് രക്ഷയുണ്ടാവില്ല. പിന്നെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടാച്ചു. അവിടുത്തെ ഉള്ള ശില്പങ്ങൾ നല്ല അത്ഭുതമായിട്ടുണ്ട്. അത് കിട്ടത്തട്ട 100 ആണ്ട് 150 ആണ്ട് പഴക്കമുള്ള ശില്പങ്ങൾ അവിടെ ഉണ്ടായി. അത് കണ്ട് അതെ, അവിടെ കുറെ ശില്പങ്ങൾ കണ്ടു കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് അവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടം കഴിഞ്ഞ, അതായത് 10 കൊല്ലത്തെ ഫ്രഷ് ആയിട്ടുള്ള, അതായത് പുതുതായി വന്നിട്ടുള്ള ശില്പങ്ങൾ ആദ്യം എടുത്ത് വെക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ബാക്കിലേക്ക് എടുത്ത് വെക്കും. പിന്നെ ഒരു പ്രത്യേകത അവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു മൂപ്പർ ഉണ്ടല്ലോ, അവർ പറഞ്ഞിരുന്ന കാര്യംனா ഈ ശില്പങ്ങൾ ചെയ്യ മണ്ണൊക്കെ குறிப்பிட்ட കുളത്തിൽ തന്നെ, കുളം എന്ന് പറഞ്ഞാൽ വലിയ കൺമായി പോലുള്ള സ്ഥലമാണ്. അതിനകത്ത് തന്നെ എടുക്കാൻ പറ്റും. അത് എടുത്തു കൊണ്ടുവന്ന് ഇവിടെ ഇടും. എടുത്തു കഴിഞ്ഞപ്പോ അവര് കാണും. അപ്പൊ മണ്ണൊക്കെ അവിടെ കണ്ടല്ലേ, കളിമണ്ണ് കൂട്ടിയിട്ടുണ്ട്. അതിന് ശില്പം ചെയ്യാറുണ്ട്. അങ്ങനത്തെ മണ്ണെന്ന് മാത്രം ചെയ്യാൻ പാടുള്ളൂ. അതെ, അവിടെയാണ് ശില്പങ്ങൾ ഉണ്ടാക്കി നിർമ്മാണിച്ച് പിന്നെ അത് കണ്ട് കത്തിക്കും. അത് ഉണക്കിയിട്ട് നമ്മുടെ ചൂള ഇഷ്ടികയിൽ ചെയ്യുന്ന പോലെ തന്നെ. അതായത് ആദ്യം കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അത് ചൂളയിൽ വെച്ച് കത്തിച്ച് എടുക്കും. അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ ഉണ്ടാക്കുന്ന ശില്പങ്ങളുടെ ചായം എന്ന് പറയുന്നത് ശരിക്കുള്ള പെയിന്റ് ആണ് അടിക്കുന്നത്. അത് ശ്രദ്ധിച്ചാണ്. അതെ അതെ, നല്ല പെയിന്റ് ഒക്കെ അടിക്കാറുണ്ട്. നല്ല പെയിന്റ് അടിക്കാം. പക്ഷെ അവര് പഴയത് കാണിച്ചു, അതാ ഞാൻ പറയുന്നത്. ഞാനിപ്പോ അതാ പറയുന്നത്. അപ്പൊ ആ പെയിന്റ് ഒക്കെ പോകാതെ അങ്ങനെ ഉണ്ടല്ലോ. അതെ അതെ. പിന്നെ അതില് കുറച്ചുകൂടി എന്താ പറയാ, മറ്റേ ചിത്രവിളകൾ പറയും. പിന്നെ കണ്ണാടിയൊക്കെ ഒട്ടിട്ട് നന്നായിട്ട് ഭംഗിയായിട്ട് അടിയാക്കും. പിന്നെ നാളെ അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് പണ്ട് അവര് പറഞ്ഞത് കാവി, അതുപോലെ നീലം, പിന്നെ കുമ്മായം, പിന്നെ അതുപോലെ നമ്മുടെ മഞ്ഞള്, അതാണ് മഞ്ഞ കെട്ടാൻ വേണ്ടിട്ട് മഞ്ഞള്, അങ്ങനത്തെ ഒക്കെ കളറുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പൊ ശരിക്കും പെയിന്റ് ഒക്കെ അടിച്ചു തുടങ്ങി. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടു, അങ്ങനത്തെ കാഴ്ചകൾ കണ്ടു. പിന്നെ അവരായിട്ട് കുറെ സംസാരിച്ചു. ഒരുപാട് സ്നേഹമുള്ള മനുഷ്യന്മാരില്ല. നല്ല അവിടെ ആ ഗ്രാമം നല്ല ഗ്രാമമാണ്. അതെ അതെ. പിന്നെ അവർക്ക് ഈ അമ്പലത്തിന്റെ ആ പരിസരത്തേക്ക് കടക്കണതിന് മുമ്പ് നമ്മളോട് ചെരുപ്പ് ഊരിവെക്കാൻ പറഞ്ഞിട്ട് അത് അവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതെ, ആ ഭാഗത്തേക്ക് യൂസ് ചെയ്യുന്നില്ല. അത് കുറെ സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ പറമ്പിലേക്ക് തന്നെ അവര് ചെരുപ്പുകള് ഉപയോഗിക്കുന്നില്ല. അതൊരു ചുറ്റുഭാഗത്തുള്ള പറമ്പിലൊന്നും അവര് യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മള് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് വന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. കാലൊന്നും വെക്കാൻ പറ്റുന്നില്ല, പൊള്ളായിരുന്നു. വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോ ഭയങ്കര മഴയാ. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് വീഡിയോ എടുത്ത് ഇറങ്ങാന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഭയങ്കര മഴയായി. അപ്പൊ അത് അയ്യെ പറയുകയും ചെയ്തു, നിങ്ങൾ വന്നോടുകൂടി മഴയും പെയ്തു. ഇതുവരെ മഴ ഉണ്ടായിരുന്നില്ല, അപ്പൊ നിങ്ങൾ വന്നപ്പോ മഴയും പെയ്തു. അത് മാത്രല്ല, അവർക്ക് വേറൊരു വിശ്വാസം ഉണ്ട്. അതായത് ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഉത്സവം തുടങ്ങിയ ശേഷം മഴ ഉണ്ടാകും അവരൊരു വിശ്വാസം ഉണ്ട്. അപ്പൊ നമ്മൾ വന്നത് കൊണ്ടല്ല, ഞങ്ങൾ അങ്ങനെ വെറുതെ പറഞ്ഞു മാത്രം. അതിങ്ങനെ അവര് തമാശക്ക് പറഞ്ഞതാണ്. പിന്നെ ഈ ഒരു ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ മഴ വരാറുണ്ട് എന്നാണ് പറയണത്. അപ്പൊ അത് ഗ്രാമവാസികളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള സംഭവമാണ്. അതായത് ചുട്ടുപൊള്ളിയിട്ട് പല സ്ഥലങ്ങളിലും കൃഷിയൊക്കെ ഉണങ്ങി വരേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വന്ന സ്ഥലങ്ങളിൽ തന്നെ വെള്ളമില്ലാതെ ഇറങ്ങി നനയ്ക്കാനുള്ള സൗകര്യമില്ലല്ലോ. അപ്പോ ഇന്ന് അവർക്കൊരു മഴ കിട്ടിയത് വലിയ ഒരു ആശ്വാസമായിരിക്കും എന്തായാലും. അങ്ങനെ ആ മഴയൊക്കെ കൊണ്ട് കറയെ ഓടിക്കേറി അണ്ണനും
പിന്നെ നമ്മളെ പറഞ്ഞ ശില്പി എന്ന് പറയുന്നത് ഒരു ചെറിയ പയ്യനാണ് കേട്ടോ. ആളുടെ ഫാദറും ഒരു ശില്പി തന്നെയാണ്. മുമ്പത്തെ ശില്പങ്ങളൊക്കെ ആളാണ് കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെറിയ നമ്മുടെ ഒരു പയ്യൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ശില്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആളാണ്. അവരാണ് കിട്ടത്തட்ட 1993 ശില്പങ്ങൾ അമ്പലത്തിൽ ചെയ്തു കൊടുക്കുന്നത്. അതുവരെയുള്ള അവരാണ് എല്ലാ 93 തൊട്ടുള്ള കണക്ക് ആൾക്കറിയാം. അതിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ള ആൾക്കറിയില്ല. അത് തൊട്ടുള്ള ഒരു ജനറേഷൻ കഴിഞ്ഞ് അടുത്ത ജനറേഷനിലേക്ക് ആ ഒരു കല ഇപ്പൊ പകർന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ആ ചെറിയ പയ്യനെ കണ്ടപ്പോ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും അവന്റെ വീട്ടിൽ വലിയ താല്പര്യമൊന്നും ഇല്ല. അതായത് ഈ ഒരു ശില്പകലയോടായിട്ട് പഠിക്കുക അല്ലെങ്കിൽ വേറെ ജോലിക്ക് പോവുക എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് നിൽക്കണേ. അപ്പൊ ആരും ഈ ശില്പകലയിലേക്ക് വരുന്നില്ല എന്നൊരു വിഷമൊക്കെ ഉണ്ട് പുള്ളിക്ക്. പക്ഷെ ആള് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഒരു പ്രൊഫഷണലായിട്ട് എങ്ങനെയാണോ ആ ഒരു രീതിയിലൊക്കെ ആ സംഭവങ്ങൾ അതിന്റെ കാര്യം മുറ പോലെ ചെയ്യണ ഒരാളാണ്. പിന്നെ വേറെ വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ നമ്മളിങ്ങനെ ഒരു ആശംസ കൊടുത്തു കേട്ടോ. അപ്പൊ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷം അങ്ങനെ കേട്ടപ്പോൾ. ഇതൊരു ആരും ഒരു കലാകാരനെ സംബന്ധിച്ച് ആൾ ചെയ്ത വർക്ക് അടിപൊളിയാന്ന് പറയുമ്പോൾ കിട്ടേണ്ട ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ആളുടെ മുഖത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊരു ഭയങ്കര മെമ്മറി ആയിരുന്നു കേട്ടോ. പിന്നെ അവര് കുറെ നിർബന്ധിച്ചു ചായ കുടിക്കാൻ. പിന്നെ മഴ ഭയങ്കര സ്ട്രോങ് ആയതോട് കൂടിയിട്ട് അപ്പോൾ നമ്മളും വിചാരിച്ചു എന്നാൽ ചായ കുടിച്ചിറങ്ങാം. അങ്ങനെ അവിടുത്തെ ഒരു ചെറിയ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ച് ഞങ്ങൾ അവരോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ പോറ വഴിക്ക് നീ ഇവിടെ മലയാണ്, ഒക്കെ മലയാണ്. ഇപ്പൊ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ മഴ, ഇപ്പൊ പോണ വഴി ഫുള്ള് മഴയാണ് കേട്ടോ. ഇതിപ്പോ നമ്മള് ഏത് ജില്ല ഇപ്പൊ മധുര ജില്ലക്ക് മധുരയിലേക്ക് കടന്നൂല നമ്മള്. ഓക്കെ മധുരയൊക്കെ റോഡ് അടിപൊളിയാണ് കേട്ടോ, നല്ല സൂപ്പർ ഫൈൻ റോഡാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ തെറ്റിച്ചിട്ട് ഇടയ്ക്ക് വണ്ടികൾ പാസ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറാന്ന് തോന്നുന്നുണ്ട് അങ്ങനത്തെ വരുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല സുഖമായിട്ട് മഴയത്ത് ഇങ്ങനെ നമ്മളങ്ങനെ ഗീറ് മാറി കളിക്കൊന്നും വേണ്ട, ഒറ്റ ഗീറിൽ ഇങ്ങനെ പോവാം നല്ല സുഖമായിട്ട്. അങ്ങനെ പുള്ളിക്കാരനും ഭയങ്കര ഹാപ്പി, അവിടുത്തെ നാട്ടിലത്തെ ആൾക്കാരും ഹാപ്പി, അങ്ങനെ ഞങ്ങളും ഹാപ്പി. അങ്ങനെ ഞങ്ങള് വീണ്ടും മധുരയ്ക്ക് തിരിക്കുകയാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എവർക്കും വണക്കം.